അനാക്കോണ്ട 2025 25 വർഷത്തിന് ശേഷം അനാക്കോണ്ട ഫ്രാഞ്ചൈസിൽ നിന്നൊരു പുതിയ സിനിമ വരികയാണ്. നമുക്കറിയാം അനാക്കോണ്ട 1997 വൺ ഓഫ് ദ ക്ലാസിക് ക്രീച്ചർ ഹൊറർ ഫിലിം എന്ന് വിശ്വസിപ്പിക്കാവുന്ന ഒന്നാണ് അനാക്കോണ്ട 1997. അതിനുശേഷം അനാക്കോണ്ട ദ ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡ് എന്നൊരു പടം കൂടി ഇറങ്ങി. അതും അടിപൊളിയായിട്ട്. എന്നാൽ പിന്നെ ഒരു 2 പടങ്ങൾ അവർ ഇറക്കി 8 നിലയിൽ പൊട്ടി. അത് ഫസ്റ്റത്തെ ഈ 2 പടത്തിൻ്റെ സീക്വലായിട്ട് വന്ന അനാക്കോണ്ട 3 ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്ന സിനിമ, പിന്നെ മറ്റൊന്ന് അനാക്കോണ്ട ട്രെയിൽ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമ. രണ്ടും ആ ഒരു ഫസ്റ്റത്തെ 2 സിനിമകളുടെ അത്ര ഒരു വാല്യൂ മേക്കിങ്ങിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത് ഇവർ ഈ പാളിച്ച പറ്റിയത് എവിടെ ശ്രദ്ധിക്കണമോ അവിടെ തന്നെ ആയിപ്പോയി. അതാണ് മെയിൻ പ്രശ്നം. അനാക്കോണ്ടയാണ് സിനിമ, അനാക്കോണ്ടയെ പറ്റിയാണ് സിനിമ. ആ വിഷ്വൽ എഫക്ട്സ് ആയാലും അതിൻ്റെ ഡിജിറ്റൽ വർക്ക്സ് ആയാലും ഒക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അനാക്കോണ്ടയില്ല. പക്ഷേ അവിടെ അവർ പാളിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ 2 സിനിമകളും വൻ പരാജയം. കാരണം അതിനൊക്കെ അറിയാം അന്നത്തെ കാലത്ത് VFX ഒക്കെ ഒരുപാട് എക്സ്പെൻസീവാണ്. സോ വൻ പരാജയം സംഭവിച്ചതുകൊണ്ട് തന്നെ അവരത് പെട്ടിയിൽ കയറ്റി. ഇനി അനാക്കോണ്ട വേണ്ട തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനാക്കോണ്ട 2025 അവരുടെ 5ാമത്തെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ മാസം 25 ക്രിസ്മസിൻ്റെ അന്ന്. ഇപ്പോൾ അവരൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, ഒരു സേഫ് സോൺ പിടിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. എന്തോ ദർ ഇസ് എൻ അനാക്കോണ്ട. അവർ ഒരു ഹൊറർ എലമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു കോമഡി ആക്ഷൻ ജേണലിലാണ് ഇപ്പോൾ സിനിമ വരാൻ പോകുന്നത്. അതിൽ കാസ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജാക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ MCU ആൻഡ്മാൻ ആയിട്ടുള്ള പോൾ റഡ് ഉണ്ട്. ഇവരെന്താ വെച്ചാൽ അപ്പോൾ അനാക്കോണ്ടൻ്റെ മെയിൻ കഥാപാത്രമാക്കി സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ അറിഞ്ഞത് ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഭയങ്കര ചിലവാണ്, ഇവർക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ആമസോൺ കാർഡുകളിൽ പോയി നേരിട്ട് ഒരു അനാക്കോണ്ടയെ കണ്ട് അവിടുന്ന് നേരിട്ട് ഷൂട്ട് ചെയ്ത് എത്ര പൈസ ലാഭിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് അവരത് ചെയ്യുന്നത്. പിന്നെ അതുവഴി നടക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. സോ ഒരു നല്ല തിരിച്ചുവരവ് ഈ ഒരു ഫ്രാഞ്ചൈസിന് ഇതിലൂടെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അനാക്കോണ്ട തീർച്ചയായും തിയേറ്ററിൽ പോയി കാണും, അഭിപ്രായം നിങ്ങളോട് പറയും. എനിവേ നിങ്ങളും തീർച്ചയായും കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ബൈ.